നമസ്കാരം. ബഹ്റൈനിൽ സിഗരറ്റിന് നിരോധനം ഏർപ്പെടുത്താൻ സാധ്യത. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ഇലക്ട്രിക് ഷീഷ, സിഗരറ്റ് എന്നിവ നിരോധിക്കുന്നതിനുള്ള കരട് നിയമം ചർച്ച ചെയ്യും. ചില രാജ്യങ്ങളിൽ സിഗരറ്റിന് നിരോധനമുണ്ട്. സിഗരറ്റ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികളിലും കൗമാരക്കാരിലും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കമെന്ന് ജലാൽ ഖസം അൽ മഹ്ഫൂദ് എംപി അറിയിച്ചു. സമൂഹ മാധ്യമങ്ങളിലും സിഗരറ്റുകൾക്കും ഷീഷകൾക്കും വലിയ പ്രചാരം ലഭിക്കുന്നുണ്ട്. ഇത് യുവാക്കൾക്കിടയിലും ഇത്തരം ഉൽപ്പന്നങ്ങളുടെ സ്വാധീനം വർദ്ധിക്കുന്നതിന് കാരണമായി. ലോകാരോഗ്യ സംഘടന വരെ സിഗരറ്റ് പോലെയുള്ള വേപ്പിംഗ് വസ്തുക്കളുടെ ഉപയോഗം അത്യന്തം അപകടകരമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. നിക്കോട്ടിൻ ലിക്വിഡ് അടങ്ങിയതാണ് ഇത്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. പുകയില സിഗരറ്റിൽ നിന്നും വ്യത്യസ്തമായി സിഗരറ്റുകളിൽ ടാറും മറ്റ് രാസസംയുക്തങ്ങളും ഇല്ലെന്നും പുകവലിക്കാരനെ പുകവലി ഉപേക്ഷിക്കാൻ സഹായിക്കുമെന്നും ചിലരെങ്കിലും തെറ്റായി കരുതുന്നുണ്ട്. എന്നാൽ സിഗരറ്റിൽ ഒരു ലിക്വിഡ് കാർട്രിഡ്ജ് അടങ്ങിയിട്ടുണ്ട്. അതിൽ ഉയർന്ന അളവിൽ നിക്കോട്ടിനോടൊപ്പം പ്രൊപ്പിലിൻ, ഗ്ലൈക്കോളും ഗ്ലിസറിനും അടങ്ങിയിട്ടുണ്ട്. നിക്കോട്ടിൻ രക്തസമ്മർദ്ദത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും നല്ല കൊളസ്ട്രോൾ കുറയ്ക്കുകയും ബ്ലോക്കുകൾക്കും ഹൃദയാഘാതത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ചില സിഗരറ്റുകളിൽ കഞ്ചാവും മറ്റു മരുന്നുകളും അടങ്ങിയിട്ടുണ്ട്. കൗമാരക്കാർക്കിടയിൽ സിഗരറ്റ് ഉപയോഗം വർദ്ധിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ സാമൂഹ്യ ആശങ്കകൾക്കും വഴിതെളിക്കുന്നുണ്ട്. ശ്വാസകോശത്തിന് ഹാനികരമാകുന്ന രാസവസ്തുക്കളാണ് ഷീഷയിൽ ഉള്ളതെന്ന് മെഡിക്കൽ പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ഇന്ത്യ, കാനഡ, സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങൾക്ക് സിഗരറ്റ് ഉപയോഗം തടയാൻ കഴിഞ്ഞത് വലിയ പാഠമാണെന്നും ജലാൽ ഖസം അൽ മഹ്ഫൂദ് കൂട്ടിച്ചേർത്തു.